സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ കോറോ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി, IT കമ്പനിയാണ്, അമേരിക്കൻ കമ്പനിയാണെന്നാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. സാർ, ഈ കമ്പനി ഏതാണ്ട് 300-ലധികം ജീവനക്കാരെ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തി. സർ, കേന്ദ്ര നിയമം, കേരള നിയമം, ഈ തൊഴിൽ നിയമങ്ങളുടെ ഒരു പ്രശ്നമാണ്. ഇത്രയും പേരെ പിരിച്ചുവിട്ടു. സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഇടപെട്ടെങ്കിലും കമ്പനി അധികൃതർ സംസ്ഥാന സർക്കാരുമായി സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. സർ, ഈ കൂട്ടപ്പിരിച്ചുവിടൽ എന്തിൻ്റെ ലക്ഷണമാണ്? ലക്ഷണം എന്ന് വെച്ചാൽ മാൻ പവർ വേണ്ട അയ്യപ്പദാസ്. അതാണ് ഇതിനകത്തില്. മാൻ പവർ വളരെ കുറച്ചു മതി. അതായത് മനുഷ്യന്റെ പ്രയത്നം, അധ്വാനം എന്ന് പറയുന്നത് 25% മതി. ബാക്കി 75% യന്ത്ര സംവിധാനങ്ങൾ, അതായത് AI നമ്മൾ പറയത്തില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആ സംവിധാനമാണ് വരുന്നിരിക്കുന്നത്. ആ രംഗമാണ്. ആ രംഗത്തിന്റെ സർവാധിപത്യം എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഈ കണ്ടത്. നമ്മളിപ്പോ അത് കണ്ടത് ഒരു ചെറിയ സാമ്പിൾ വെടിക്കെട്ടാണ്. നിങ്ങളെ തൃശ്ശൂരിലൊക്കെ പറയുന്നത് പോലെ ഒരു സാമ്പിളേ ആയിട്ടുള്ളൂ. വലിയ വെടിക്കെട്ടിനെയും വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അയ്യപ്പദാസ് ആദ്യം സൂചിപ്പിച്ചത് ശരിയാണ്. ഈ കമ്പനി US ബേസ്ഡ് കമ്പനിയാണ് കോറോ ഹെൽത്ത് എന്ന് പറയുന്നത്. അമേരിക്കൻ കമ്പനിയാണത്. അതിന്റെ ശാഖയാണ്. പല ബ്രാഞ്ചസ്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. അങ്ങനെ ഒരു ബ്രാഞ്ചാണ് കേരളത്തിലും ഉള്ളത് അവർക്ക്. അപ്പൊ അവരിപ്പോ ചെയ്തിരിക്കുന്നത്, അവരുടെ കോഴിക്കോട്, കൊച്ചി ഓഫീസുകളിലുള്ള ഏതാണ്ട് 700ഓളം ജീവനക്കാരെ ഒറ്റയടിക്ക് നോട്ടീസ് ഇല്ലാതെ പിരിച്ചുവിട്ടു. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. 700ഓളം ജീവനക്കാരാണ് അവിടെ ഉള്ളത്. അതിൽ ഭൂരിഭാഗവും വനിതാ സ്ത്രീകളാണ്, ചെറുപ്പക്കാർ കുട്ടികളാണുള്ളത്. അത് വലിയ വിഷയമായി, വലിയ പ്രശ്നമായി. നമ്മുടെ തൊഴിൽ വകുപ്പ് ഇടപെട്ടു, MLA ഇടപെടുന്നു, കൊച്ചി MLA ഇടപെടുന്നു, തൊഴിൽ മന്ത്രി വരെ പ്രതികരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ശക്തമായിട്ട് ഇടപെടും, ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നീതിപൂർവമായ തീരുമാനങ്ങൾ. അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട്. ഉടൻ തന്നെ ഇവിടെ യൂണിയനും മറ്റു കാര്യങ്ങള്, പ്രതിനിധികള് ഒക്കെ സംബന്ധിച്ചതിനകത്ത്. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല അയ്യപ്പദാസ്. അവരാരും ഇടപെട്ടിട്ട് ഒന്നൊരു കാര്യമില്ല. കാരണം രാജ്യത്തെ നിയമങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. എല്ലാ നിയമങ്ങളും മാറിക്കഴിഞ്ഞു. അതാണ് അയ്യപ്പദാസ് രണ്ടാമത് സൂചിപ്പിച്ച കേന്ദ്ര ലേബർ കോഡ് എന്ന് പറയുന്ന സംവിധാനം. അത് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കി, ലേബർ കോഡ് പാസാക്കി. അത് മിക്ക സംസ്ഥാനങ്ങളും നടപ്പാക്കിയും കഴിഞ്ഞു. കേരളത്തിൽ അതിന്റെ റൂൾസും വന്നു കഴിഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേന്ദ്ര നിയമം നിൽക്കുന്നിടത്തോളം കാലം സംസ്ഥാനം നടപ്പാക്കിയില്ലെങ്കിൽ ശരി, കേന്ദ്ര നിയമത്തിനാണ്, അതിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അത് ആ റൂൾ അപ്ലൈ ചെയ്യുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ കേന്ദ്ര നിയമപ്രകാരം ഇവരെ പിരിച്ചുവിടാം. ഇപ്പൊ പുതിയ നിയമം ജൂലൈയിൽ വന്ന നിയമപ്രകാരമാണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ നിയമങ്ങളെയും ഒറ്റ 4 കോഡിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇന്ത്യയിലാകെ 4 തൊഴിൽ നിയമങ്ങളെ ഉള്ളു ഇനി ഇപ്പോഴ്. മറ്റുണ്ടായിരുന്ന എല്ലാത്തിനെയും കൂടെ ക്രോഡീകരിച്ച്, അല്ലെങ്കിൽ എല്ലാത്തിനെയും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു 4 നിയമത്തിലേക്ക് അത് കൊണ്ടുവന്നു. ഈ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുതലാളിമാർക്ക്, അതായത് വ്യവസായം നടത്തുക അല്ലെങ്കിൽ മറ്റേ രീതിയിൽ മുതൽ മുടക്കുന്നവർക്ക് അനുകൂലമെന്ന് നമുക്ക് തോന്നും. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. മുതൽ മുടക്കുന്നവന് അങ്ങനെയാണല്ലോ വേണ്ടതും. അല്ലാതെ നഷ്ടത്തിൽ ആരെങ്കിലും വ്യവസായം നടത്താൻ വരുമോ? ഇപ്പൊ ഒരാള് ഇത്ര കോടി രൂപ മുടക്കുകയാണെങ്കിൽ അയക്കാണ്, ആ മുടക്കുന്ന സംരംഭകൻ ആരാണോ അയാൾക്കാണ് ആ രംഗത്ത് പ്രാമുഖ്യം എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് അവകാശങ്ങൾ ഉണ്ടാവും, അവരുടെ അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെയാണ്, അവർക്ക് എന്ത് വേണമെങ്കിലും തീരുമാനങ്ങൾ എടുക്കാം. അതിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. ഇത്ര മുതൽ ഇത്ര നമ്പേഴ്സ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനം, അതിന് മുകളിൽ വരുന്നത്, അങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചത്. അതായത് നമ്മൾ പറയത്തില്ല, ഒറ്റ വാക്കിൽ മലയാളത്തിൽ പറഞ്ഞ മുതലാളിയാണ് സർവാധികാരി. മുതലാളി തീരുമാനിക്കും നാളെ ആരൊക്കെ ജോലിക്ക് വരണം, ഞാൻ ജോലിക്ക് വരണോ, അയ്യപ്പദാസ് വരണോ, എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുതലാളിയാണ് തീരുമാനിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതാണ് അതിന്റെ നിയമത്തിന്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഇവിടുത്തെ യൂണിയനുകള്, എല്ലാ യൂണിയനുകളുമായിട്ട് ചർച്ച ചെയ്തു. എല്ലാ യൂണിയനുകളും, നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷ യൂണിയനുകൾ അടക്കം, VMS അടക്കം, എല്ലാ യൂണിയനുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇതൊരു നിയമമാണ്. നിയമം വന്നു കഴിഞ്ഞു, നിയമം പ്രാബല്യത്തിലായി കഴിഞ്ഞു. ഇനി നമുക്ക് മാറി നിൽക്കാനൊക്കെ തരുമ്പോ നമ്മുടെ ഇടതുപക്ഷ സംഘടന ആളുകളൊക്കെ പറയുന്നത് വലിയ അന്യായമായി പോയി, കേന്ദ്ര നിയമത്തിന്റെ വലിയ പ്രശ്നമാണ്, ഞങ്ങൾ ഉടൻ തന്നെ പണി മുടക്കിക്കളയും. എവിടെ പണി മുടക്കാന്? ഒരു പണി മുടക്ക് നടക്കത്തില്ല. കാരണം നമുക്ക് ആപ്ലിക്കബിൾ ആണ്. പണിമുടക്ക് കൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ മുതലാളിയുടെ കാല് പിടിക്കാം. ഇപ്പൊ ഈ കുട്ടികളുടെ കാര്യത്തിലും അതാ സംഭവിക്കാൻ പോകുന്നത്.
ഈ 700 പേരുടെ കാര്യത്തില് അമേരിക്കൻ വിദേശ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അവർക്ക് നിയമപ്രകാരമാണെന്നുണ്ടെങ്കിൽ അവർക്ക് 3 മാസത്തെ കോമ്പൻസേഷൻ കൊടുത്താൽ മതി. അതായത് 3 മാസത്തെ ശമ്പളമോ തത്തുല്യമായ തുകയോ, അത് കമ്പനി എത്ര തീരുമാനിക്കുന്നു ആ തുക കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ജോലിക്ക് വരണ്ട. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൊച്ചിയിലും കോഴിക്കോട്ട് ഓഫീസിന് മുമ്പിൽ വന്ന അവസ്ഥ കണ്ടില്ലേ? അതിനകത്ത് ജോലി നഷ്ടപ്പെട്ട കുട്ടികൾ വിലപിക്കുന്നത് കണ്ടില്ലേ? ഞങ്ങൾ ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കമ്പനി ഒരു മീറ്റിംഗ് വിളിച്ചു കൊണ്ടിച്ച് പറഞ്ഞു, നിങ്ങൾക്കെല്ലാം ജോലി ഇന്നൂടെ ഉള്ളൂ, ഇന്നത്തെ ജോലിയോടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാമെന്ന്. അവരെ കുറെ കാലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. അത് എന്താണ് സംഭവിക്കുന്നത്? അവർക്കൊരു സംരക്ഷണവുമില്ല, ഒരു സംരക്ഷണവുമില്ല. നമ്മുടെ മന്ത്രിയൊക്കെ ഇടപെട്ടിട്ടും കമ്പനി മാനേജ്മെന്റ് എന്താണ് പറയുന്നത്? സാധ്യമല്ല. കാരണം ഞങ്ങൾക്ക് അനുകൂലമാണ്, കേന്ദ്ര നിയമം ഞങ്ങൾക്ക് അനുകൂലമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ട് ഇന്ന് അവരെന്താ ചെയ്തത്? ഇന്നലെ ചെയ്തിരിക്കുന്നത് ഇവരുടെ എല്ലാ അക്കൗണ്ടിൽ 2.5 മാസം ശമ്പളം അങ്ങ് ഇട്ട് കൊടുത്തു. 2.5 മാസം, അത് അത്രയേ ഉള്ളൂ. ഇപ്പൊ ഇവർക്ക് ഇനി നാളെ തൊട്ട് ജോലിയില്ല. ഒരാൾ വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിപ്പോ എ രംഗത്തൊരു സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ചില പ്രശ്നങ്ങളാണിത്. മനുഷ്യാധ്വാനം വേണ്ട. ഇവര് വിദേശ കമ്പനിയുടെ മെഡിക്കൽ കോഡിംഗ് ആണ് ഈ കമ്പനിയുടെ ജോലി എന്ന് പ്രധാനം പറയുന്നത്. മെഡിക്കൽ കോഡിംഗ് രംഗത്താണ് ഇവർ കോറോ ഹെൽത്ത് വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ടല്ലോ, ഇന്ത്യയിൽ തന്നെ ഒരു 4-5 സംസ്ഥാനങ്ങളിലുണ്ട് ഇവർക്ക്. എന്ന് പറഞ്ഞാല് അമേരിക്കയിൽ ഇരുന്ന് അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തിരുന്ന് ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള സംഭാഷണം. ഇപ്പൊ ഒരു ഡോക്ടർ രോഗിയെ ചെന്ന് കാണുന്നു, രോഗി ഡോക്ടറെ കാണുന്നു, കണ്ടു കഴിഞ്ഞാൽ രോഗവിവരങ്ങൾ പറയുന്നു, മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അവര് തമ്മിലുള്ള സംഭാഷണം, ആ സംഭാഷണത്തിനെ ഇവര് ഈ കോഡിലേക്ക് മാറ്റിയെടുക്കുന്നു, ഈ മെഡിക്കൽ കോഡിലേക്ക് മാറ്റിയെടുക്കുന്നു. ഇതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ വിദേശത്താണ്, അമേരിക്കയിലിരുന്നാണ് ചെയ്യുന്നതെങ്കിലും അത് കേരളത്തിൽ ഇരുന്നുകൊണ്ട് അവർക്ക് അത് മെഡിക്കൽ കോഡിലേക്ക് മാറ്റിയെടുക്കാം. അതിനനുസരിച്ചുള്ള സർവീസ് ഇവർക്ക് കിട്ടുകയും ചെയ്യും, സർവീസിന് അതിനുള്ള പ്രതിഫലം കിട്ടുകയും ചെയ്യും. ഇതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പൊ ഈ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അവരെന്ത് ചെയ്തു? പണ്ട് മനുഷ്യാധ്വാനം വേണമായിരുന്നു, മനുഷ്യർ വേണം, നല്ല ഇംഗ്ലീഷ് പ്രാവീണ്യം വേണം. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സംഭാഷണങ്ങളാണല്ലോ, അതൊക്കെ കോഡ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ള ആളുകൾ വേണം. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ബ്രാഞ്ച് കേരളത്തിലും വന്നത് കേട്ടോ. നമ്മുടെ കുട്ടികള് പ്രത്യേകിച്ച് ഈ കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആയതുകൊണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡുള്ള ഒരു സംസ്ഥാനം, ലിറ്ററസി കൂടിയ സംസ്ഥാനമായതുകൊണ്ടാണ് കേരളത്തിൽ ഇത് വന്നത്. അങ്ങനെയാണ് ഈ മേഖലയെ പുഷ്ടിച്ചത്. ഒരുപാട് കുട്ടികൾക്ക് ജോലി കിട്ടി, ധാരാളം കുട്ടികൾ വലിയ കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ മെഡിക്കൽ കോഡിംഗ് തന്നെ പഠിപ്പിക്കുന്ന ധാരാളം സ്ഥാപനങ്ങളും കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇത് വലിയ തൊഴിലവസരമായിരുന്നു കിട്ടിയത്. പക്ഷെ ഇപ്പൊ എഐയുടെ വരവ്, അതാ ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വന്നതോടുകൂടി എന്ത് ചെയ്തു? മനുഷ്യരുടെ ആവശ്യമില്ല, ഈ സാധനം എടുത്തു തരും. എഐയോട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്നതിനേക്കാട്ടും ഒരു പക്ഷെങ്കിലും വൃത്തിയായിട്ടും വെടിപ്പാട്ട, കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അതൊരു യാന്ത്രിക സംവിധാനമാണല്ലോ, അത് കൃത്യമായിട്ട് അത് എടുത്തു തരുന്നു. ഒരു പെശകോലും ഒരു സംശയത്തിന്റെ അവകാശമില്ലാതെ ഇത് കോഡ് ചെയ്ത് തരും. അപ്പൊ ഇതിനെ മാറ്റിയെടുക്കാൻ നമുക്കൊരു 25% അധ്വാനം മാത്രമേ മനുഷ്യന് ഇതിനകത്ത് ചെയ്തുകൊണ്ട്, ബാക്കി 75% എ ചെയ്തു തരും നമുക്ക് ഇതിനകത്ത്. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മാൻ പവർ ആവശ്യമില്ല. ഇത്രയും മാൻ പവർ ആവശ്യമില്ല. അപ്പൊ ഈ 700 പേര് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ ഒരു 50 പേരെ കൊണ്ട് അവർക്ക് ബാക്കി 25% വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ രംഗത്തുണ്ടായിരിക്കുന്ന ഒരു വലിയ സംഭവം എന്ന് പറയുന്നത്. സാർ, അപ്പോൾ ഞാനൊന്ന് ഇടപെടുകയാണ് സാർ. അതായത് ഈ കേന്ദ്രത്തിൻ്റെ നിയമമാണോ ഇവിടെ ശരിക്കും ഇവിടുത്തെ ഈ സംസ്ഥാനത്തിനകത്തെ ഈ തൊഴിലാളികൾക്ക്, ഇതിലെ ജീവനക്കാർക്ക് വിലങ്ങുതടിയായി മാറിയത്? കേന്ദ്രം ഉണ്ടാക്കി വെച്ച പുതിയ നിയമമാണോ ഈ പ്രശ്നം ഉണ്ടാക്കിയത്? കേരളത്തിന് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല? അല്ല, കേന്ദ്ര നിയമം എന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഗികമായിട്ട് ശരിയാണ് അയ്യപ്പദാസ്, ഭാഗികമായിട്ടേ ശരിയാവുന്നുള്ളൂ. കാരണം ഇത് ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ്, വികാസമാണ് ഇതിനെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞ എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഒന്നും അല്ലല്ലോ, അത് സാങ്കേതിക രംഗത്തെ വളർച്ചയാണ് നമ്മളെ കാണിക്കുന്നത്. ആ വളർച്ചയുടെ പ്രതിഫലനമാണ്. അതിനോടൊപ്പം തൊഴിൽ നിയമങ്ങളിൽ വന്ന മാറ്റമല്ലേ സാർ ഇതിന്റെ കാരണം? അത് മാത്രമായിട്ട് പറയാനൊക്കത്തില്ല അയ്യപ്പദാസ്. ഇപ്പൊ എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ പറഞ്ഞില്ല, അത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനം? അവിടെ നിയമവും ഇല്ലാഴിയൊന്നും അല്ലല്ലോ ഇവിടെ വരുന്നത്. അതൊരു സാങ്കേതിക വളർച്ചയാണ്. അതായത് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ചുമട്ടുതൊഴിലാളികൾ ചെയ്യുന്ന പ്രവൃത്തി ഇപ്പൊ എത്ര പേരാ? ഇപ്പൊ 100 പേര് ചെയ്യുന്ന പ്രവൃത്തി ഒരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ചെയ്യാൻ പറ്റും. അധ്വാനത്തിന്റെ മേഖലകളിലെല്ലാം ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഇതിന്റെ കാരണം. അങ്ങനെ യന്ത്രങ്ങൾ കൈയടക്കുമ്പോൾ
ഇതുവരെ കുത്തകയായിട്ട് മനുഷ്യാധ്വാനം നിലനിന്ന സ്ഥലത്തെ തൊഴിലാളികൾക്ക് അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വരും. ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വരുമ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും, BJP ഗവൺമെന്റ് ആണെങ്കിലും ശരി, ഏത് ഗവൺമെന്റ് ആണെങ്കിലും ശരി, കേന്ദ്ര തലത്തിലും അങ്ങനെ തന്നെയാണ്. അവരുടെ മുതലാളി പൈസ മുടക്കുന്നവന്റെ താല്പര്യം സംരക്ഷിക്കണം. അതാണ് ഈ ലേബർ കോഡിന്റെ പ്രത്യേകത. ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഇതിനകത്തൊക്കെ എതിർപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷ ചായ്വുള്ള കേരളം, ബംഗാൾ അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിലൊക്കെയാണ് വലിയ എതിർപ്പൊക്കെ ഇതിനകത്ത് ആദ്യം വന്നിരുന്നത്. മറ്റേ മഹാരാഷ്ട്ര പോലെ സംസ്ഥാനങ്ങളിൽ എതിർപ്പ് വന്നിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഒരാള് പൈസ മുടക്കണമെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് സാർ, അപ്പൊ ഞാനൊന്ന് ഇടപെടുകയാണ്. അതായത് ഇനി അങ്ങോട്ട് ഏതാണ്ട് എല്ലാ കമ്പനികളും ഈ രീതിയിലൊക്കെ തന്നെ ആയിരിക്കോ പോകാൻ സാധ്യത? ഇതിപ്പോ IT രംഗം കണ്ടോണ്ട അയ്യപ്പദാസ്, IT രംഗത്തെ ഇത് പൊളിച്ചെഴുതും. IT രംഗത്ത് ഇത്രയൊന്നും ആവശ്യമില്ല IT മേഖലകളില്. ഇപ്പം നമ്മുടെ പറഞ്ഞില്ല, ടെക്നോ പാർക്ക് ആണെങ്കിലും ശരി, ഇൻഫോ പാർക്കിലൊക്കെ ജോലി ചെയ്യുന്നത് IT മേഖലകളിലേക്ക് ഇത് വ്യാപിക്കും. തീർച്ചയായിട്ടും വ്യാപിക്കും ഇത്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാല് പിന്നെ ഒരു 4 കുറയ്ക്കാം. ഫോഴ്സിനെ ഇപ്പോ ഉള്ള സ്ട്രെങ്ത് 4 കുറയും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള പിന്നെ ചെയ്യുന്ന വിദേശ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളിലും അതേപോലെ തന്നെ മാൻ പവർ നന്നായിട്ട് കുറയും. യന്ത്രം ചെയ്തു തരും. ഇപ്പൊ നമ്മുടെ ഒരു കോടതി കേസുകളിൽ പോലും പ്രോസിക്യൂഷന്റെയും അല്ലെങ്കിൽ മറ്റേ ഇവരുടെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷം എന്താണ് വിധി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചാൽ ഏതാണ്ട് ഒരു വിധി പറഞ്ഞു തരും. ആ രംഗത്ത് അത്ര രീതിയിലേക്ക് വരെ ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ജഡ്ജി ചെയ്യേണ്ട റോള് പോലും ചെയ്തു തരുമെന്നുള്ളതാണ്. ഏതായാലും സാർ, നമുക്ക് ഇതിന്റെ നമ്മുടെ ഈ സംസാരത്തിന്റെ ചുരുക്കെഴുത്തിലേക്ക് എത്തുമ്പോൾ സാറിന് എന്താണ് ഇതിൽ പറഞ്ഞു വെക്കാൻ കഴിയുന്നത്? പറഞ്ഞു വെക്കാൻ കഴിയുന്ന തൊഴിൽ നിയമങ്ങൾ അതിശക്തമായിട്ട് ഇന്ത്യയിൽ ആയിക്കഴിഞ്ഞു. കേരളത്തിലും അതിന്റെ ചട്ടങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളെ ആശ്രയിക്കുക, സാങ്കേതികത്വത്തെ ആശ്രയിക്കുക, ടെക്നോളജിയെ ആശ്രയിക്കുക, അതേ ഉള്ളൂ നമുക്ക് മാർഗം എന്ന് പറഞ്ഞാൽ. അതിലധിഷ്ഠിതമായിട്ട് ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ 18ാമത്തെ 20ാമത്തെ സർവീസ് കയറി 60 വയസ്സ് വരെ ജോലി ചെയ്യാന്നുള്ള സങ്കല്പത്തിൽ ജോലിക്ക് ഇറങ്ങരുത്. ആ ഒരു സങ്കല്പത്തിലേ പോകരുത്. നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് 2 വർഷം നിൽക്കുമ്പോഴാണ് ബെനിഫിറ്റ് കിട്ടുന്നതെങ്കിൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുക. അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ വലിയ ഓഫർ കിട്ടുന്നിടത്ത് പിന്നെ 2 വർഷം കൂടെ നിൽക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക. ചാടി പോവുക. അല്ലാതെ പെൻഷനും ഗ്രാറ്റുവിറ്റിയും കണക്കാക്കിയിട്ട് പഴയ തൊഴിൽ സമ്പ്രദായം കൊണ്ട് നിൽക്കാൻ പോയി കഴിഞ്ഞാൽ ഇനി ഈ രംഗത്ത് നമുക്ക് നിലനിൽപ്പില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് ഈ കുട്ടികളുടെ ഈ 700 പേരുടെ പിരിച്ചുവിടൽ സൂചിപ്പിക്കുന്ന കാര്യം. അത് തന്നെയാണ്. നന്ദി. താങ്ക് യു സാർ.